ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഭാഗ്യവചന ധാരയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കഴിവുകളിൽ ഒന്നാണ് വൈകാരിക ബുദ്ധി അല്ലെങ്കിൽ വൈകാരിക പക്വത. നമ്മുടെ ചിന്തകൾ, വികാരങ്ങൾ, പ്രതികരണങ്ങൾ എന്നിവയെ തിരിച്ചറിഞ്ഞ് ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യുവാനുള്ള ശേഷിയാണിത്. ബൈബിളിൽ തന്നെ ദൈവവചനം നമ്മെ പഠിപ്പിച്ച പാഠമാണിത്. നമ്മളുടെ വികാരങ്ങളെ തിരിച്ചറിയുക. മനഃശാസ്ത്രജ്ഞൻ ഡാനിയൽ ഗോൾമാൻ തൻ്റെ ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ ആദ്യ ഘടകമായി സെൽഫ് അവെയർനെസ്സിനെ കാണിക്കുന്നു. നമ്മെ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ ഇടയാകണം. നമ്മുടെ ഉള്ളിൽ എന്താണ് നടക്കുന്നത്, എന്താണ് നമ്മെ ദേഷ്യത്തിലാക്കുന്നത്, എന്തുകൊണ്ട് നാം വേദനിക്കുന്നു, ഇത് തിരിച്ചറിയുക. ബൈബിൾ പറയുന്നു, വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 40-ാം വാക്യം, മനുഷ്യന് തൻ്റെ ഹൃദയം സൂക്ഷ്മമായി പരിശോധിക്കട്ടെ. യേശുവിൻ്റെ ജീവിതവും അതുതന്നെ നമ്മെ പഠിപ്പിക്കുന്നു. നാം വായിക്കുന്നുണ്ട് യോഹന്നാന്റെ സുവിശേഷം 2:15, അവൻ ക്രുദ്ധനായി ചമ്മട്ടി കൊണ്ട് ദേവാലയത്തിൽ നിന്ന് കച്ചവടം ചെയ്യുന്നവരെ പുറത്താക്കി. യേശു കണ്ണീർ വാർത്തു. കർത്താവിൻ്റെ മനസ്സലിഞ്ഞു. കർത്താവ് തൻ്റെ വികാരങ്ങളെ തിരിച്ചറിയുകയും ശരിയായ രീതിയിൽ അതിനെ പ്രകടിപ്പിക്കുകയും ചെയ്തു. 2, നമ്മളുടെ വികാരങ്ങളെ നിയന്ത്രിക്കുവാൻ പഠിക്കുക. ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ രണ്ടാമത്തെ അടിസ്ഥാന ഘടകം സെൽഫ് റെഗുലേഷൻ ആണ്. മനുഷ്യന്റെ പ്രശ്നം വികാരങ്ങൾ ഇല്ലാത്തതല്ല, എന്നാൽ അവയെ നിയന്ത്രിക്കാത്ത അനുഭവമാണ്. സദൃശ്യവാക്യങ്ങൾ 16:32 പറയുന്നു, ദീർഘക്ഷമയുള്ളവൻ യുദ്ധവീരനിലും ജിതമാനസൻ പട്ടണം പിടിക്കുന്നതിലും ശ്രേഷ്ഠൻ. ക്രോധിയേക്കാൾ ക്ഷമാശീലനായവൻ മെച്ചം എന്നും പട്ടണം കീഴടക്കുന്നവനേക്കാൾ സ്വയം അടക്കി വയ്ക്കുന്നവൻ മെച്ചം എന്നും ബൈബിൾ പറയുന്നു. വികാരങ്ങൾ നമ്മെ നിയന്ത്രിക്കുമ്പോൾ നാം പ്രതികരിക്കും, എന്നാൽ നമ്മൾ വികാരങ്ങളെ നിയന്ത്രിക്കുമ്പോൾ നാം പോംവഴികൾ കണ്ടെത്തും. 3, മറ്റുള്ളവരുടെ വികാരങ്ങളെ മനസ്സിലാക്കുക. കർത്താവിൻ്റെ ശുശ്രൂഷ സഹാനുഭൂതിയുടെ മാതൃകയാണ്. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 14-ാം വാക്യം പറയുന്നു, യേശു അവരെ കണ്ടപ്പോൾ അവന് കരുണ തോന്നി. മനഃശാസ്ത്രത്തിൽ എമ്പതി മറ്റൊരാളുടെ ഹൃദയത്തിലേക്ക് നടക്കുക എന്നതാണ്. അതാണ് ആരോഗ്യമുള്ള ബന്ധങ്ങളുടെ അടിത്തറ. നമ്മൾ മറ്റുള്ളവരെ കേൾക്കുന്നവരാണോ, അതോ മറുപടി പറയാനോ തർക്കിക്കാനോ ആയി മാത്രം കേൾക്കുന്നവരാണോ? 4, ബന്ധങ്ങളെ ആരോഗ്യകരമായി കൈകാര്യം ചെയ്യുക. ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ വൈകാരിക പക്വതയുടെ പ്രധാന ഭാഗം ബന്ധങ്ങൾ സംരക്ഷിക്കുന്നതും അവ നല്ലതായി നയിക്കുന്നതുമാണ്. മനുഷ്യൻ്റെ ഏറ്റവും വലിയ വേദന ബന്ധങ്ങളിൽ നിന്നാണ്. ആനന്ദവും അതേ ബന്ധങ്ങളിൽ നിന്നാണ്. ബൈബിൾ പഠിപ്പിക്കുന്നു, റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 18-ാം വാക്യം, കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനമായിരിപ്പീൻ. ഭിന്നാഭിപ്രായമുള്ളവനാകാതെ സമാധാനത്തോടെ ജീവിക്കേണ്ടത് നമുക്ക് ഏറെ ആവശ്യം. സംസാരത്തിൻ്റെ സ്വഭാവം അത് വേദനിപ്പിക്കാനും സുഖപ്പെടുത്താനും സാധിക്കും. ബന്ധങ്ങൾ തകർക്കാനും ബന്ധങ്ങൾ സൃഷ്ടിക്കാനും ഉപയോഗിക്കാം. അതിനാലാണ് യാക്കോബ് ശ്ലീഹ തൻ്റെ ലേഖനം 1-ാം അധ്യായം 19-ാം വാക്യത്തിൽ പറയുന്നു, എന്നാൽ ഏതു മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസമുള്ളവനും ആയിരിക്കട്ടെ. വൈകാരിക പക്വത വെറും ലൗകിക വിജയത്തിനല്ല, ദൈവത്തിൻ്റെ ഇഷ്ടം കൂടി നിറവേറ്റാനുള്ള ശക്തിയാണ്. പൗലോസ് ശ്ലീഹ പറയുന്നു, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4:13, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. ദൈവം നമ്മെ വികാരങ്ങളോടെ സൃഷ്ടിച്ചു, പക്ഷേ ആ വികാരങ്ങൾ നമ്മെ നയിക്കാനല്ല, നമ്മളവയെ ദൈവത്തിൻ്റെ കയ്യിൽ സമർപ്പിച്ച് ഉപയോഗിക്കാനാണ്. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.